ഞായറാഴ്ചയായിട്ട് ഇന്ന് രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് തേക്കടി ദേവീക്ഷേത്രത്തിലേക്ക് പോയതാണ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള രേണുകയും കൂടിയാണ് രണ്ടുപേരും കൂടിയാണ് പോയിട്ടുള്ളത്. ഇതെൻ്റെ +2 മുതൽക്കുള്ളൊരു ഫ്രണ്ട് കൂടി തന്നെയാണ്. അവളുമായിട്ടാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ചും വീട്ടുകാരങ്ങനെ ക്ഷേത്രപരമായിട്ടോ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസപരമായിട്ടോ ഒന്നും അങ്ങനെ പള്ളിയിലൊന്നും പോകാറൊന്നുമില്ല. ഞാൻ മാത്രമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളത്. എനിക്കെന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവളെ വിളിക്കും, നേരെ വിടും. ഇവളോട് ചോദിച്ചിട്ടാണ് ഞാൻ തൊഴുന്നതും. അതുപോലെ തന്നെ ചന്ദനം തൊടുന്ന പോലും. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ല. എൻ്റെ വീട്ടുകാർക്ക് ആകെ അറിയാവുന്ന അന്നദാനം കൊടുക്കുമ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നല്ലാതെ വേറൊന്നും തന്നെ അവർക്കറിയത്തില്ല. ഇത് നമ്മുടെ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ തേക്കടിയിലേക്ക് പോകുന്ന ആ ഒരു ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്ത് തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഓഫീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രാവിലെ തന്നെ തിരക്കുകളുണ്ടായിരുന്നു, ബസ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് തേക്കടിയിൽ നിന്നുള്ള വെള്ളം എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്ന സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ സംവിധാനം എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഈ ഒരു പാതയിൽ കൂടെ, ഇതതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് വീടുകൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പോകാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു റൂട്ടാണ്. നമുക്കങ്ങനെ വണ്ടിയും കൊണ്ടൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് നടന്നു. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മാവ് കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നടന്നത്. ഒരു ബൈക്കിനൊക്കെ പോകാൻ മാത്രമായിട്ടുള്ളൊരു പാത മാത്രമാണ് അവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളിത് മാങ്ങയൊക്കെ ചുമ്മാ നോക്കി വരികയാണല്ലേ. അതെ, വേണ്ട, മാങ്ങയും തേങ്ങയൊക്കെ ഇവിടെ ഉണ്ട്. അതെ ഇവള് പറിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ്. എന്നെ ഇവര് ഓടിക്കും. കുറച്ചു നേരം നോക്കിയിരുന്നപ്പോൾ ആണ് ദാണ്ട് അവിടെ ഒരു അപ്പച്ചൻ കിടക്കുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് നോക്കിയപ്പോഴാണ് ഈ വെള്ളം നമുക്ക് അങ്ങോട്ടെല്ലാം ഡിവൈഡ് ചെയ്ത് വിടുന്ന ഒരു സ്ഥലത്ത് എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. അതെന്തോ ചെക്ക് ചെയ്യുവാണ് അവർ. അപ്പോൾ ഈ അപ്പച്ചൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ താഴേക്ക് നോക്കി എന്തോ വലിയൊരു ആഴമുള്ള സ്ഥലമാണ്. പക്ഷേ അവർ നിൽക്കുന്നത് യാതൊരു സേഫ്റ്റി ഇല്ലാതെയാണ്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് എന്തായാലും കൈയും കാലൊക്കെ വിറച്ച് പോകും. അത്രത്തോളം അടിത്താഴ്ച അതിനുണ്ട്. ഇതാണ് ആ വെള്ളം കിടക്കുന്ന സ്ഥലം. പിന്നെ ഞങ്ങൾ ഈ ഒരു മാവിനെ കണ്ടു. ഈ മാവ് കണ്ടിട്ടാണല്ലോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൽ പ്രകാരം ഞാൻ കുറേ നേരം മാവിൻ്റെ എറിഞ്ഞു. ഒരു 10-20 തവണ ചറപറ എന്നൊന്ന് എറിഞ്ഞു നോക്കി. പക്ഷേ എവിടുന്ന് മാങ്ങ വീണ് വെറുതെ ആരോഗ്യം കളഞ്ഞത് മാത്രമല്ല, കമ്പും പോയി ആരോഗ്യം പോയി. പക്ഷേ മാങ്ങ മാത്രം കിട്ടിയില്ല. അവിടെ കുറേ കുരങ്ങന്മാർ നിൽപ്പുണ്ടായിരുന്നു. കുരങ്ങന്മാരൊക്കെ ഞങ്ങളെ നോക്കി ഇളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടി അതല്ല, എൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ കുരങ്ങന്മാർക്ക് എന്തോ ഒരു വികളുത്തരമായിരുന്നു. അവളെ നോക്കിയിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് പേടിക്കുമായിരുന്നു. അവളെ നോക്കിയിട്ട് അവൾ പറയണത് സിംഗം ഗർജിക്കുന്ന പോലെ ഉണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ കുറേ നേരം നിന്നിട്ട് ഞാൻ എൻ്റെ ഊഴം ഉപേക്ഷിച്ചിട്ട് നേരെ ആയുധം എടുത്ത് മാമൻ്റെ കയ്യിലേക്ക് കൊടുത്തു, എൻ്റെ കൂട്ടുകാരിയുടെ കയ്യിലേക്ക്. അവൾ എൻ്റെ സങ്കടം കണ്ടിട്ട് നേരെ അവളും മാവിൻ്റെ എറിഞ്ഞ് പക്ഷേ എന്നാലും മാങ്ങ വീണില്ല. എൻ്റെ അവസാന സാഗിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മെഡിക്കൽ സ്റ്റോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെഡിക്കൽ സ്റ്റോപ്പല്ല, മെഡിക്കൽ ഷോപ്പ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പല്ലുവേനയ്ക്കുള്ള ഒരു ഗുളിക മേടിച്ച്, പല്ലുവേന ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ ഞങ്ങളൊരു ബേക്കറിയിലേക്ക് വിട്ടു. ബേക്കറി സ്വീറ്റ് ബനാനയും അതുപോലെ തന്നെ ഞാൻ പരിപ്പുവടയും ലൈം ജ്യൂസുമാണ് കഴിച്ചത്. അവൾ സ്വീറ്റ് ബനാനയും ലൈം ജ്യൂസുമാണ് കഴിച്ചത്. എനിക്ക് മധുരത്തിനോട് അത്രത്തോളം പ്രിയമില്ല. ഈ മാങ്ങ അതുപോലെ തന്നെ എന്തെങ്കിലും പുളിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതിനോടാണ് ഭയങ്കര ക്രേസായിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ എത്തി. പക്ഷേ ഹോട്ടലൊന്നും കണ്ടില്ല. ഇന്ന് എന്തായാലും അടപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ഗ്യാസൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന്, എനിക്കൊരു മൈക്കില്ലാത്തത് കൊണ്ട് മൊബൈൽ ഷോപ്പിൽ വന്ന് ഒരു മൈക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണേ. ബായ്.